ഓ നീയാ കേറിയിരിക്കേ, ഞാനൊന്ന് ബാങ്കിൽ പോയിട്ട് വരട്ടെ. ശ്രീധേട്ടാ, മോളുണ്ട് വരുന്നു. ഒരാഴ്ച നിക്കാൻ വരുന്നുണ്ട്. അവക്ക് മീൻകറി ഒന്നും പറ്റൂലേ. അവൾക്ക് വല്ല പച്ചക്കായ കോവക്ക എന്തെങ്കിലും വറുത്താൽ അതും കൂട്ടിയാണ് അവള് ചോറ് തിന്നത്. അപ്പൊ അതിന് നല്ല പച്ചക്കായ കോവക്ക എങ്ങനെ കിട്ടുക നോക്ക, ഒരു വറവാക്കി കൊടുക്കാല. അതാകുമ്പോ ഒരു കൂടി ചോറ് തിന്നും കുഞ്ഞി. നീ പേടിക്കണ്ട, മോൾക്ക് കോയക്ക പച്ചക്കായ എന്ത് വേണമെങ്കിലും ഞാൻ കൊണ്ടുതരും. എന്നാ ലേശം ചെമ്മീനും കൂടി വാങ്ങിക്കോ. അതിട്ടൊരു വറവാക്കിയാല് കുഞ്ഞു ചോറ് തിന്നും. ഞാൻ പോകുന്നാല്, ഞാൻ അടുക്കളയിൽ പണിയുണ്ട്. നീ ബസ്സിലെ കാര്യത്തിൽ വേഗം നോക്ക്. നീ എവിടെയാ പോന്ന് വിനത്തെ? ഞാനൊന്നും മോള് വരുന്നുണ്ട് പറഞ്ഞിട്ട് കാണുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ. മോള് ഇങ്ങേക്കല്ലേ വരുവാ? അവളിങ്ങോട്ട് വരും, എന്നാലും ഒന്ന് നോക്കട്ടെ. എനക്കൊരു സമാധാനം ഇല്ല. പിന്നില്ലേ, നിങ്ങൾ ഇവിടെ അനങ്ങാണ്ട് ഇരിക്കാണ്ട് ഒരു 2 ഇല മുറിച്ച് വെച്ചേ. എന്നാ വന്നപാട് മോൾക്ക് ആ ഇലയിൽ ചോറ് കൊടുക്കാല്ലോ. അവൾ അതാകുമ്പോ അത് ആ ചോറ് തിന്നും ഒരു കൂടി. ഇല മുറിക്കാം. ഓ, വാഴയെല്ലാം പൊരിഞ്ഞു പോയല്ലോ. എത്ര വാഴ ഉണ്ടായതാന്ന്. ഇനി അപ്പുറത്തുനിന്നാ മറ്റേ നോക്കട്ടെ. എന്തായാലും എൻ്റെ മോൾക്ക് ഇലയിലേ ചോറ് കൊടുക്കൂ. ഇല്ല എടുത്തുനിന്ന് കൊണ്ടുവരുമല്ല ഞാൻ. നീ ചോറ് കഴിക്കുന്നില്ല? കഴിക്കാം. പിന്നെ മീൻകറി പെണ്ണിന് പറ്റൂല. അവൾക്ക് വല്ല പച്ചക്കായ കോവക്ക എന്തെങ്കിലും വറുത്താൽ അതും കൂട്ടിയാണ് അവള് ചോറ് തിന്നത്. അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവള് തിന്നലുണ്ടാവില്ല. അതുകൊണ്ട് അവൾ ഇട്ടോ നോക്കിയാ പോയി. നീ എന്താ ഭക്ഷണം കഴിക്കുന്നില്ലേ? എനിക്കിപ്പോ വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. ചേച്ചി ഞാൻ പോന്നേ. നീ പോകേന്ന്? ആ എന്നാ ശരി. ശരി അമ്മ, എന്നാല് ഇന്ന് പോണാ മോളെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് കൂടി പോവാൻ മോളെ. നമുക്ക് വല്ലാത്ത വിഷമം, മോള് പോകും. അമ്മ എന്താന്നമ്മ, ഒരാഴ്ച ആയില്ലേ, ഇനി ഇപ്പൊ പോട്ടമ്മേ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാട്ടോ. ശരി എന്നാല് കൊണ്ടാച്ച ഞാൻ പിടിച്ചോളാം. ഒന്ന് അങ്ങോട്ട് കൊണ്ടാക്കി കൊടുത്തു.
കൊണ്ടാ ഞാൻ പിടിച്ചോളാം. അച്ഛൻ അങ്ങോട്ട് വരാം. അച്ഛനമ്മമാർ ഉള്ള കാലത്ത് മരിക്കാൻ എനിക്ക് ഭയമാണ്. അച്ഛനമ്മമാർ ഇല്ലാത്ത കാലത്ത് ജീവിക്കാൻ. അതെ, അവർ ജീവിച്ചിരിക്കുന്ന കാലം നമ്മൾ എന്നും കുട്ടികളായിരിക്കും. എന്റെ മക്കളെ എന്ന് വിളിച്ച് നമ്മളെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ കഴിവുള്ള വേറെ ഏത് ശക്തിയാണ് അവർക്ക് ബദലായി ലോകത്തിലുള്ളത്? ജീവിച്ചിരിക്കുന്ന കാലം വരെ അവരെ നമുക്ക് പൊന്നുപോലെ നോക്കാം. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന നിധിയാണ് നമ്മുടെ അച്ഛനമ്മമാർ.